പുതിയ ബ്രേക്കിംഗ് വിവരങ്ങളുമായി ബസന്ത് നമുക്കൊപ്പം ചേരുന്നു. ബസന്ത്, സ്വാഗതം. പറയൂ, എന്താണ് ഏറ്റവും പുതിയതായി നൽകാനാവുന്ന വിവരങ്ങൾ? മോദി ഇന്ത്യ ലക്ഷ്യമിട്ട ആ 9 കേന്ദ്രങ്ങൾ, ഭീകര കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒന്ന് ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ മർക്കസ് സുബാനല്ല എന്ന് പറയുന്ന ഒരു ഭീകര കേന്ദ്രമാണ്. അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല ഇന്ത്യ ഈ മിസൈൽ ആക്രമണത്തിന് തിരഞ്ഞെടുത്തത്. മർക്കസ് സുബാനല്ല എന്ന് പറയുന്ന ബഹാവൽപൂരിലെ കേന്ദ്രമാണ്. രണ്ടാമതായി ലഷ്കർ ഇ തൈബയുടെ മുറിദ്കയിലെ മർക്കസ് തൈബ എന്ന് പറയുന്ന കേന്ദ്രം. മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെ കാലനിലുള്ള സർജാൽ തേറ കാലനിലുള്ള സ്ഥലമാണ്. 3 ഹിസ്ബുൾ മുജാഹിദിൻ്റെ മഹ്മൂൻ ജോയ സിയാൽകോട്ടിലാണത്. മറ്റൊന്ന് ബർണാലയിൽ, പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബർണാലയിലുള്ള ലഷ്കർ ഇ തൈബയുടെ മർക്കസ് അഹ്ലെ ഹദീദ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ മർക്കസ് അബ്ബാസ് കോട്ട്ലി, ഹിസ്ബുൾ മുജാഹിദിൻ്റെ കോട്ട്ലിയിലുള്ള മസ്കർ റഹീൽ ഷഹീദ്. മറ്റൊന്ന് മുസാഫറാബാദിൽ ലഷ്കർ ഇ തൈബയുടെ കേന്ദ്രമായ ഷവായ് നല്ല ക്യാമ്പ്. മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെ മുസാഫറാബാദിലുള്ള സൈദ്ന ബിലാൽ ക്യാമ്പ്. ഇവയാണ് ഇപ്പോൾ ഈ 9 കേന്ദ്രങ്ങൾ. ഇന്ത്യ വ്യോമാക്രമണത്തിൽ തകർത്ത ഈ 9 കേന്ദ്രങ്ങൾ ഇവയാണ്. അതായത് ഹിസ്ബുൾ മുജാഹിദിൻ്റെ 2 എണ്ണം, ജെയ്ഷെ മുഹമ്മദിൻ്റെ 3 എണ്ണം, അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തൈബയുടെ 4 എണ്ണം. ഇങ്ങനെയാണ് ഈ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുകയും തകർക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് കോട്ട്ലി, അതുപോലെ ബഹാവൽപൂർ, അതുപോലെ മുസാഫറാബാദ്, ഈ 3 സ്ഥലങ്ങളിലായിട്ട് ഉള്ള ഈ 9 കേന്ദ്രങ്ങൾ, അതായത് ഭീകരരെ പോറ്റു വളർത്തി ഇന്ത്യക്കെതിരെ പോരാടാൻ അയക്കുന്ന ഹഫീസ് സയ്യിദിൻ്റെയും മസൂദ് അസറിൻ്റെയും ഈ ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ തകർത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. രതീഷ്, ഇതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ജെയ്ഷെ മുഹമ്മദിൻ്റെ മർക്കസ് സുബാനല്ല ബഹാവൽപൂരിലുള്ളത്. അത് നഗരത്തിന് തൊട്ടടുത്താണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല ഇത് ഇവിടെയാണ് ഈ ഭീകരർക്ക് പരിശീലനം നൽകുന്ന സ്ഥലം. അതാണ് ഇന്ത്യ ഇപ്പോൾ തകർത്തിരിക്കുന്ന ഉന്നം വച്ചിരുന്ന സ്ഥലം. ഏറെക്കാലമായി നമ്മൾ ഒരു അറ്റാക്കിന് വേണ്ടി കാത്തുവച്ച സ്ഥലം തന്നെയാണത്. അവിടെയാണോ ഈ 17 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നത്? ഈ കൊല്ലപ്പെട്ട ആകെ 30 പേരിൽ ഭൂരിഭാഗവും അവിടെ ആയിരുന്നു. അതെ, ഈ ക്യാമ്പിലാണ് പ്രധാനമായും ഈ ഭീകരരെ താമസിച്ചിരിക്കുന്നത്. അതായത് ഈ മർക്കസിലാണ്, മർക്കസ് സുബാനല്ല എന്ന് പറയുന്ന ബഹാവൽപൂരിലെ ഈ മർക്കസിലാണ് ഈ ഭീകരരെ ക്യാമ്പ് എന്ന് പറയുന്നത്. അവിടമാണ് നമ്മൾ തെരഞ്ഞെടുത്ത് തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂർ അസദും അതുപോലെ തന്നെ ലഷ്കർ തലവൻ ഹഫീസ് സയ്യിദും എവിടെ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ചില ദൃശ്യങ്ങളിൽ മൗലാനെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പക്ഷേ ഇത് വെരിഫൈഡ് അല്ല, അത് എവിടെ നിന്ന് വരുന്ന ദൃശ്യം എന്നുള്ളത്. പക്ഷേ ഈ 2 പേരെയും ഈ ഇന്ത്യയുടെ പ്രത്യാക്രമണം ഭയന്ന പാക് സൈന്യം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പാക് സൈനികരുടെ സംരക്ഷണയിൽ തന്നെ ആയിരുന്നില്ലേ ഈ സ്ഥലങ്ങളെല്ലാം പ്രവർത്തിച്ചത്? ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ കൈയൊഴിയാൻ ശ്രമിക്കുമ്പോഴും പാകിസ്ഥാൻ തന്നെയാണ് അവരെ പാരൂട്ടി വളർത്തുന്നത് എന്ന് ലോകത്തിനാകെ അറിയുന്നതുമാണ്. എത്ര പാകിസ്ഥാൻ കണ്ണടച്ചാലും ഇവർക്കെല്ലാം പാക് സൈന്യത്തിന്റെ തന്നെ സഹായമായിരുന്നില്ലേ ഈ കേന്ദ്രങ്ങൾ എന്നത് ഒരുപക്ഷെ അവർക്കും നേരത്തെ ധാരണയുണ്ടാകുമല്ലോ, അവരുടെ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകുമല്ലോ. അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു അറ്റാക്കല്ലേ ഇപ്പോൾ 20 മിനിറ്റിലധികം നീണ്ടു നിന്നു എന്ന് പറയുന്നു. ഓരോ സ്ഥലത്തെയും ആക്രമണവും ആ നിലയിൽ തന്നെ അത്ര കാഠിന്യമേറിയതായിരുന്നു ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ. തീർച്ചയായും രതീഷ്, ഇത് പാക് സൈന്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ, അതായത് ISIയുടെ ഒക്കെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ ക്യാമ്പുകളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ഇവർക്ക് എല്ലാ ചെലവും നൽകിയിരുന്നത് ഈ പാക് സൈന്യവും ISIയും തന്നെയാണ്. ഇവരുടെ പിന്തുണയോടുകൂടിയും സഹായത്തോടു കൂടിയാണ് ഈ ഭീകരരെ ഇന്ത്യൻ അതിർത്തിയിലോ അല്ലെങ്കിൽ നിയന്ത്രണ രേഖയിലോ കൊണ്ടുവന്ന് നുഴഞ്ഞു കയറ്റി ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നത്. പാക് സൈന്യത്തിൻ്റെ പിന്തുണ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കടുത്ത നിലപാടെടുത്തത്. പാക് സൈന്യത്തിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ ക്യാമ്പുകൾ അടച്ചാൽ മാത്രമേ ഈ വിഷയം തീരുകയുള്ളൂ എന്നുള്ളത് അത് ലോകരാജ്യങ്ങളെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനാണ് ഭീകരത ലോകത്തിലേക്ക് കയറ്റി അയക്കുന്ന രാജ്യമെന്ന് ഇന്ത്യ അസന്നിഗ്ധമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. ഇത് കേൾക്കാൻ തയ്യാറായിട്ടുള്ളവർ ഇപ്പോഴുണ്ട്. നേരത്തെ അത് പറഞ്ഞിരുന്നപ്പോൾ കേൾക്കാൻ തയ്യാറായിരുന്നില്ല ലോകം. ഒരു ഭാഗത്ത് ഭീകരൻ നിങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് സ്വാതന്ത്ര്യ പോരാളിയാണ് എന്നുള്ള വ്യാഖ്യാനങ്ങളെ കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യയുടെ വാദം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 പേർ കൂടി എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതായത് മൗലാന മസൂദ് അസറും അതുപോലെ ഹഫീസ് സയ്യിദും എവിടെ എന്നുള്ളത് കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഇന്ത്യൻ തിരിച്ചടിയുടെ പൂർണ്ണ ചിത്രം തെളിയും.